ഹംഗറി നോക്കുന്ന സമയത്ത് ഈസ്റ്റേൺ യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഉള്ള രാജ്യമാണ് ഹംഗറി. അപ്പോൾ ഹംഗറിനെ കുറിച്ച് പറയുമ്പോൾ ഹംഗറിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ളത് ഈസ്റ്റേൺ യൂറോപ്പിലെ സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന സെമൽവേസ് യൂണിവേഴ്സിറ്റി ഉള്ളത് ഹംഗറിയിലെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബുഡാപെസ്റ്റിലാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഹംഗറിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഹംഗറിയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. അതിന് പ്രത്യേകിച്ച് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. ഹംഗേറിയൻ ലാംഗ്വേജ് പ്രോപ്പർ ആയിട്ട് അറിയുമെങ്കിൽ ഹംഗറിയുടെ പല ഭാഗങ്ങളിൽ ഇന്ന് നമുക്ക് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മൾ നല്ല മാർക്കിൽ പഠിച്ചിറങ്ങാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് നല്ല രീതിയിൽ ഹംഗേറിയൻ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹംഗേറിയുടെ പല ഭാഗങ്ങൾ, അതായത് ഞാൻ പറയുന്നത് ബുഡാപെസ്റ്റ് സിറ്റിയിലൊന്നുമല്ല, പക്ഷേ 1.5-2 മണിക്കൂർ പോയാൽ എത്തുന്ന പല സ്ഥലങ്ങളിലും ഒരുപാട് ജോബ് വേക്കൻസികൾ ഇന്ന് ഹംഗറിയിലുണ്ട്. മൂന്നാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഹംഗറി ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്, ഒരു ഷെങ്കൻ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 29 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ലൈസൻസിങ് എക്സാം ഇല്ലാതെ അവരുടെ ലാംഗ്വേജ് എക്സാം വെച്ച് മാത്രം പോകാൻ പറ്റും. അതുപോലെ തന്നെ പഠിക്കണ സമയത്ത്, വെക്കേഷൻ്റെ സമയത്ത് മറ്റുള്ള യൂറോപ്യൻ യൂണിയനിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. നാലാമത്തെ കാര്യം, ഹംഗറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കുന്ന സമയത്ത് ബൾഗേറിയ അല്ലെങ്കിൽ റൊമാനിയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഹംഗറിയുടെ. എന്നാൽ ഞാനിത് ഫ്രാൻസുമായിട്ടോ സ്വിറ്റ്സർലാൻഡുമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഈസ്റ്റേൺ യൂറോപ്പിൽ നോക്കുന്ന സമയത്ത് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഹംഗറി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹംഗറിയുടെ ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇപ്പൊ സെമൽവേസ് നോക്കുകയാണെങ്കിൽ 20,900 യൂറോ ആണ് അവിടുത്തെ ഒരു വർഷത്തെ ഫീസ്. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ വളരെ കുറവാണ് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഡീമെറിറ്റ്. രണ്ടാമത്തത്, ഹംഗറിയുടെ ലിവിംഗ് എക്സ്പെൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ഹംഗറിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം 35,000 രൂപയോളം ലിവിംഗ് എക്സ്പെൻസ് വരും. മൂന്നാമത്തെ കാര്യം, ഇത്ര ഫീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഒന്നും ഹംഗറി ഇല്ല. അതുകൊണ്ട് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അത്ര ഇന്ത്യൻസിന്റെ പ്രോഗ്രാംസോ കാര്യങ്ങളോ ഒന്നും ഹംഗറിയിൽ ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹംഗറിനെ കുറിച്ച് പറയാനുള്ളത്. ഹംഗറി അല്ലാതെ ഫിലിപ്പൈൻസ്, ചൈന പോലുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷെ ഫിലിപ്പൈനിലേക്കും ചൈനയിലേക്കൊന്നും ഇന്ന് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കുട്ടികൾ പോകുന്നില്ല. കാരണം ചൈനയിൽ ചൈനീസ് ലാംഗ്വേജിൽ ലൈസൻസിങ് എക്സാം എഴുതണം. ചൈനീസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അത് പഠിച്ച് ലൈസൻസിങ് എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായതുകൊണ്ട് തന്നെ ചൈനയിലേക്ക് ഇപ്പോൾ കുട്ടികൾ അധികം പോകുന്നില്ല. അതുകൊണ്ടാണ് ചൈനയെ കുറിച്ചൊന്നും ഞാൻ പറയാതിരുന്നത്. ഇനി ഫിലിപ്പൈൻസ് നോക്കുകയാണെങ്കിൽ ഫിലിപ്പൈൻസിൽ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ എംബസി ഓഫ് ഫിലിപ്പൈൻസ്, അതായത് ഇന്ത്യൻ എംബസി ഓഫ് മനില കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിപ്പൈൻസിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പൈൻസിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിലിപ്പൈൻസിൽ വർക്ക് ചെയ്യാൻ ഇന്ന് പറ്റൂല. അപ്പോൾ ഫിലിപ്പൈൻസിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കോളത്തിലേക്ക് അവരവരുടെ റോളുകളും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ ഒരു സമയം വരെ ഫിലിപ്പൈൻസിൽ പഠിച്ചാൽ ഫിലിപ്പൈൻസിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിലിപ്പൈൻസിലെ ഡ്യൂറേഷനാണ്. അതായത് അവിടെ 2 വർഷത്തെ പ്രീ മെഡ് പ്ലസ് 4 വർഷത്തെ മെഡ്, അതായത് US-ന്റെ ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഇന്ത്യയിൽ ശരിക്കും വാലിഡ് അല്ല. കാരണം ഇന്ത്യയിൽ 4.5 വർഷത്തെ കോഴ്സ് പ്ലസ് 12 മാസം ഇന്റേൺഷിപ്പ് വേണം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ അല്ല കറന്റ് ഫിലിപ്പൈൻസിലുള്ളത്. അപ്പോൾ അതും അവർ മാറ്റിക്കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതും സമയം എടുക്കേണ്ടതാണ്. അപ്പോൾ അതും ഇതുവരെ ഇന്നത്തെ ഈ ഒരു സമയം വരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സമയം വരെ ഫിലിപ്പൈൻസിൽ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നമുക്ക് ഫിലിപ്പൈൻസിലേക്കും കുട്ടികൾ പോകുന്നില്ല. ഇനി സെർബിയ, ബോസ്നിയ ഇതുപോലുള്ള ഒറ്റപ്പെട്ട ഒരുപാട് രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. പക്ഷെ അവിടത്തേക്കൊന്നും മലയാളികൾ പോകുന്നില്ല. മലയാളികൾ വളരെ കുറവ്, 1-2 കുട്ടികളൊക്കെ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും അവിടെ മലയാളി കമ്മ്യൂണിറ്റി വളരെ കുറവായതുകൊണ്ട് നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത്. അപ്പൊ ഓരോ രാജ്യങ്ങളും എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയാതെയും ഒരുപാട് രാജ്യങ്ങളുണ്ട്. കാരണം ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പോകുന്ന രാജ്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തു പറഞ്ഞേക്കുന്നത്. ഇതല്ലാത്ത ഇതിൽ പറയാത്ത ഏതെങ്കിലും രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാനും നോക്കാം. അതല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരുന്ന സമയത്ത് മാക്സിമം ഈ രാജ്യങ്ങളെ കുറിച്ചൊക്കെ ബേസിക് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ നോക്കാം. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്? ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല? എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്? അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ 3rd ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.